ഹായ് ഫ്രണ്ട്സ്, ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ നോക്കി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ പൊറോട്ട ഇഷ്ടപ്പെടുത്തേയില്ല. ഞാൻ ഗ്യാരണ്ടി. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പൊറോട്ടയെ പോലെ കൂടുതൽ സമയം വേണ്ട. അതുപോലെ ലെയേഴ്സ് ഉള്ളതാണ്. അതിനേക്കാളും ടേസ്റ്റാണ്. അത്രയും ഓയിലും വേണ്ട. പൊറോട്ടയ്ക്കൊക്കെ ഒരുപാട് ഓയിൽ വേണമല്ലോ. ഇതിനാണെങ്കിൽ വളരെ കുറച്ച് നമ്മൾ ഓയിലെല്ലാം നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ട് തന്നെയാണ്. 2 കപ്പ് മൈദ എടുത്തിട്ട് അല്പം ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം, നല്ല തിളച്ച വെള്ളം, അത് കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി അതൊന്ന് കുഴച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് തന്നെ എടുക്കണം. കൈ കൊണ്ട് എടുക്കുമ്പോൾ പൊള്ളിപ്പോവും. അത്രയ്ക്ക് ചൂട് വേണം വെള്ളത്തിന്. തിളച്ച വെള്ളം, അത് 1 കപ്പ് തന്നെ വേണം കേട്ടോ. വെള്ളം കുറയ്ക്കാൻ പാടില്ല. 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം. ഇത്രയും വെള്ളം ഒഴിച്ച് കുഴിക്കുമ്പോൾ ഈ മാവ് ചൂടായിട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ വെള്ളം കൂടിപ്പോയെന്ന് തോന്നും. പക്ഷെ ആ മാവ് ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കറക്റ്റ് പാകത്തിനായി കിട്ടും. എന്നിട്ട് അത് കുറച്ച് സമയം ഇളക്കി അങ്ങനെ വെച്ചതിന് ശേഷം ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്ലാബിലിട്ടിട്ട്, സ്ലാബിലോ ഏതെങ്കിലും വലിയ പാത്രത്തിലോ വെച്ച് ഒന്ന് തേച്ച് കുഴച്ചെടുക്കുക. കയ്യിൽ മാവ് നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കൈ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അല്പം ഓയിൽ തൂത്ത് കൊടുത്തിട്ട് പിന്നെയും കുഴച്ചെടുക്കുക. അപ്പോൾ കൈ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ടേ, ഇതുപോലെ. ഇനി ഇത് നന്നായിട്ട് കുഴച്ച് അതിൻ്റെ ആ ഒട്ടലൊക്കെ ഒന്ന് മാറി മാവ് നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കുക. അതിനുശേഷം ഉരുളകളാക്കാം. ഞാനിവിടെ 6 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ അകത്ത് തേക്കാനായിട്ട് നെയ്യാണ് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ മൈദയോ കോൺഫ്ലോറോ എടുത്ത് നെയ്യ് അല്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ കട്ടിക്കിരിക്കണം, വെള്ളം പോലെ ആയിപ്പോവരുത്. പിന്നെ നമ്മൾ ഇത് ഞാനിത് 2 കപ്പ് മൈദ 6 ഉരുളകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പരത്തിയെടുക്കും. പൊടി ഉപയോഗിച്ച് തന്നെ പരത്തിയെടുക്കുക. പൊടി ഉപയോഗിച്ച് പരത്തുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് അതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് പരത്തിയാൽ മതി. അത് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും. പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ മറിച്ചിടുക. ഇതുപോലെ ആണ്, ഇങ്ങനെ പരത്തി. ഇനി ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് കനം കുറച്ച്, കണ്ടോ സൈഡ് നീങ്ങിപ്പോകുന്നത്, കനം കുറച്ച് മാക്സിമം കനം കുറയ്ക്കുന്നതിൻ്റെ അത്രയും പരത്തിയെടുക്കാം. പൊടി കുറച്ചും കൂടെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം കനം കുറച്ച് പരത്തിയെടുക്കുക. എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെയ്യും കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് തേച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നെയ്യ് മാത്രം ആദ്യം ഇതുപോലെ കുറച്ച് തേച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ നെയ്യ് അതിനകത്ത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് മുകളിൽ മൈദ ഇതുപോലെ തൂക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചാൽ മൈദ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് റോൾ ചെയ്ത് കൊണ്ടുവരിക. റോൾ ചെയ്തതിന് ശേഷം ഇനി ഇത് ഒന്ന് നമുക്ക് പൊറോട്ട പോലെ ഒന്ന് ചുറ്റിക്കണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യും അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടെ വിതറിയതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്ക് ചുറ്റിയെടുക്കുമല്ലോ, അതുപോലെ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക. ഇങ്ങനെ എടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ച മൈദയും നെയ്യും കൂടെ ഉള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അത് ആണെങ്കിൽ നമ്മൾ പൊടിയൊന്നും വേറെ ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അത് ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് എല്ലായിടെയും ഒന്ന് പുരണ്ട. എല്ലാം റോളാക്കി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുത്ത് ചുടുക. പരത്തി കുറേ സമയം ഒന്നും വെക്കരുത്. ഓരോന്നായിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഉടനെ തന്നെ ചുട്ടെടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്തരുത്, ഇച്ചിരി കനം കൂട്ടി വേണം പരത്താൻ. പരത്തിയെടുക്കുമ്പോൾ ഒരു 2 ചപ്പാത്തിയുടെ കനം, അതിൽ കൂടുതൽ 2 ചപ്പാത്തി മേളി വെച്ചാൽ എത്രയും കനം കാണും ആ ഒരു കനത്തിൽ പരത്തുക. ചപ്പാത്തിയുടെ അത്രയും കനം കുറഞ്ഞു പോകരുത്, കുറച്ച് കനത്തിൽ വേണം. എന്നാൽ നല്ല കനത്തിലായിപ്പോയാൽ ഉള്ളു വേകില്ല. നല്ലപോലെ ചൂടായ ചട്ടിയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ മറിച്ചിട്ടതിന് ശേഷം മീഡിയത്തിന് താഴെ ഫ്ലെയിം വെച്ചിട്ട് അത് നെയ്യ് തേച്ചിട്ട്, ഓയിൽ തേക്കരുത്, നെയ്യ് തേച്ച് കുറെ ഇങ്ങനെ ഒരു സ്പാച്ചില വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളൊന്ന് വേവിച്ചെടുക്കണം. ശകലം കനമുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് വേവ് കുറവാണ്. പക്ഷേ അതിന് അകം വേകണമെങ്കിൽ ഇതുപോലെ മീഡിയത്തിന് താഴെയുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അകം നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മളിത് ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് സാധാരണ പൊറോട്ടയെക്കാളും വളരെ സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ കുറച്ച്
കുറച്ച് നെയ്യ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കാസറോളിൽ ചുട്ട് വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് ഇത് കൂടുതൽ സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.